ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? സുഖമല്ലേ? എന്നാൽ എനിക്ക് സുഖമില്ല ഗൈസ്, അതാണ് പറയാൻ വന്നത്. എൻ്റെ കണ്ണിന് ചെറിയൊരു പണി കിട്ടി ഗൈസ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതായത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാം. ഓക്കെ, കണ്ണ് സ്ക്രീനിൽ നോക്കിയിട്ട് പണി കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു വീഡിയോ ഇല്ലാതിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ അടക്കാം. അതിന് മുമ്പേ ചെറിയൊരു കാര്യം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? എന്ത് പൊളിക്കാനല്ലേ, ഒരു കർട്ടനും ഉണ്ട്, പിന്നെ ഒരു സോഡാ കുപ്പിയിൽ ഒരു ചെടിയും, അത്രേ ഉള്ളൂ. നമുക്ക് ബോട്ടിലാട്ടൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ സോഡാ കുപ്പിയിലാക്കി ഇട്ടതാണ് ചെടി. ബോട്ടിലാട്ടൊന്നും അറിയത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ അടക്കാം. നമ്മൾ കേരള സാക്കിങ്സ് ഉണ്ട് കുറച്ച്, അപ്പോൾ അവരുടെ വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ അടക്കാം. സാധാരണ തോർത്ത് അറിയത്തില്ലെങ്കിൽ താങ്കൾ എന്താണ് ചെയ്യാറ്? ഞാൻ തോർത്ത് വേറെ ആരുടെങ്കിലും തോർത്തെടുത്ത് കുളിക്കും. അല്ലെങ്കിൽ കുളിക്കേണ്ട നീ ബ്രോ, ഒരു ദിവസം കുളിക്കാതിരുന്നെന്ന് വെച്ചിട്ടേ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഇതെന്താ? ഓ, ആന്ധ്ര സാധനം. ഇവൻ ഇതൊക്കെ പുല്ല് പോലെ ഉള്ളു ഗൈസ്. ഇവനൊക്കെ വേറെ ലെവലാണ്. ഇവൻ ഇതൊക്കെ ഒരു കർച്ചീഫ് കിട്ടി അവൻ തോർത്തുണ്ടാക്കും. ഇതൊക്കെ ആർക്കും അറിയാതെ, ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ. നമ്മളൊരു കർച്ചീഫ് കൊണ്ട് എടുക്കുക, കർച്ചീഫ് എടുത്തിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലത്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ കൊണ്ടൊന്നും കൂടിയാൽ കൂടത്തില്ല ഗൈസ്. വേറെ ലെവല് സംഭവം. വേണ്ടായിരുന്നു. എന്തായാലും പൊളി, എന്തായാലും മച്ചാൻ പൊളിയാണ്, വേറെ ലെവലാണ്. നമ്മൾ കാണേണ്ട സാക്കിങ്സ്, കേരള സാക്കിങ്സ് ഇതൊന്നും അല്ല. നമ്മൾ കാണേണ്ട സാക്കിങ്സ് വേറെ ലെവലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഈ അമീർ അഹമ്മദ് എന്ന് പറഞ്ഞ ആളെ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അയ്യോ, എന്ന് അന്ന് ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ? അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. ഒരു രക്ഷയില്ല ഗൈസ്. എത്രയൊക്കെ നല്ല കിടിലം വീഡിയോസാണ് നോക്കിയേ. ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടോ? 3500 സബ്സ്ക്രൈബേഴ്സ്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ, കഴിവുള്ളവനെ സമൂഹം അംഗീകരിക്കത്തില്ല. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ എന്നിട്ട് അഭിപ്രായം പറയണം. കേരളത്തിൽ ഇത്രയും നല്ലൊരു സാക്കിങ് ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ കമൻ്റ് അടിക്കും. സത്യം, കാരണം ചില ആളുകളൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇദ്ദേഹം വേറെ ലെവല് ഗൈസ്, വേറെ ലെവല്. ഞാൻ കുറച്ച് വീഡിയോസ് കൂടി കാണിച്ചു തരാം. ഓക്കെ, 2 പേര് ലാഡ്രോക്ക് ആയിട്ട് വരുന്നുണ്ട്. ഓ, ഇതെന്താ സംഭവിക്കുന്നത്? എൻ്റെ പൊന്നെ, അവിടെ മാറ്റിയിട്ട്, ബൾബ് മാറ്റിയിട്ട് അവിടെ ഗൈസ് ഒരു സെക്കൻഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീഡിയോ കട്ട് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റുമോ? ഇതിൽ കാണാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവർ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരാം. വീഡിയോ 3 സെക്കൻഡിലേക്ക് ചെയ്യാം. 1 2 3. ഓക്കെ, ഓ, ഇതിപ്പോ ഓ മാൻ, ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതിൽ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇവിടെ നമ്മുടെ മച്ചാൻ ഒരു ഗിവ് അവേ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗിവ് അവേ കണ്ട് ഞാൻ ഒരുപാട് ഇരുന്ന് ചിരിച്ച് ഗൈസ്. ഓക്കെ, എന്റെ പൊന്നെ, അത് നോക്കിയാ നിങ്ങള് 10K ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഞാൻ ഒരു ചെറിയ റെഡ്മി ഇയർബഡ്സ് ഗിവ് അവേ ചെയ്യുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക,
എൻ്റെ ലാസ്റ്റ് പോസ്റ്റിൽ 3 പേരെ മെൻഷൻ ചെയ്യുക. ശേഷം എൻ്റെ ബയോയിൽ പോയി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള ഗിവ് അവേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു ബൾബ് കത്തണമെങ്കിൽ അത് നമ്മുടെ അമീർ അഹമ്മദ് മച്ചാന്റെ തലയിൽ മാത്രമേ കത്തത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളൊക്കെ ഇതുപോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യാം? ഇവരൊക്കെ ആര് സപ്പോർട്ട് ചെയ്യാനാ? പിന്നെ സപ്പോർട്ടേഴ്സ് ഇല്ലാതിരിക്കുമ്പോഴാണ്, ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ നിർത്തിപ്പോവുക. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ തളർന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം മച്ചാൻ്റെ ഒരു ലാസ്റ്റിലൊരു വീഡിയോ ഉണ്ട്, ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണ്. വീഡിയോ 3 സെക്കൻഡിലേക്ക് സ്റ്റെക്ക് ആകുന്നുണ്ടല്ലോ. ഇപ്പൊ ശരിയായി. എന്താ ഞാൻ ഡോർ തുറന്നു വെച്ച് നോക്കിയേ. അത് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഇനി പറയണം ഈ അമീർ ബ്രോനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. സപ്പോർട്ട് ചെയ്യും ഗൈസ്, കാരണം ഇതുപോലെയുള്ള ഗിവ് അവേസും കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. വേറെ ലെവൽ ഗിവ് അവേ, വേറെ ലെവൽ വീഡിയോസ്, ഇതൊക്കെ നമ്മുടെ മലയാളികളാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് ഒരുപാട് മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ വർക്കാണ് അതൊക്കെ. സംഭവം 30-40 സെക്കൻഡ് വീഡിയോസാണ്, പക്ഷേ ആ ഒരു വീഡിയോയുടെ പിന്നിലൊക്കെ ഒരുപാട് മണിക്കൂറുകളുടെ അധ്വാനമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അമീർ അഹമ്മദ് എന്ന ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 3500 സബ്സ്ക്രൈബേഴ്സ് പോരാ, അത്രയ്ക്ക് ഗഡിലും വീഡിയോസ് ചെയ്യുന്ന ആൾക്ക് അത് പോരാ ഗൈസ്. അപ്പോൾ നിങ്ങൾ പവർ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനിയും ഇതുപോലെ കഴിവുണ്ടായിട്ട് അറിയപ്പെടാത്ത ആളുകളായിട്ട് നമ്മൾ വീണ്ടും വരും ഗൈസ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും. എൻ്റെ കണ്ണ് വേദനയാണ് ഗൈസ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഓക്കെ, വരുന്നത് ഒരു 1.5 വരവായിരിക്കും. വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും, നമുക്ക് വെറൈറ്റി ആണല്ലോ മുഖ്യം. ഓക്കെ, അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോസ് ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്തായിട്ടിരിക്കരുത്. ഓക്കെ, ലൈക്ക് ചെയ്യുക ഗൈസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.